ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് സാമ്പാറാക്കാന്ന് വെച്ചിട്ട് വന്നതാവാ. സാമ്പാറിന് വേണ്ടിയിട്ട് നോക്കിയാണതാ. അപ്പോൾ മല്ലിച്ചപ്പ് കൈയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെണ്ടക്കായി, നമ്മുടെ വെണ്ടക്കായിന്ന് നല്ല തൊലി എടുത്തിട്ട് കൈയിട്ട് വെച്ചത്. വെള്ളരിക്ക, ഇതെല്ലായിടത്തും എന്ത് പറയുന്നതെന്ന് അറിയില്ല എനിക്ക്. നമ്മളിവിടെ വെള്ളരിക്ക തന്നെ പറയുന്നത്. പിന്നെ ഇത് കുമ്പളങ്ങാൻ്റെ എണ്ണോ, കുമ്പളങ്ങ. ഇത് ബട്ടട്ട, അത് ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത്. ഇത് ബട്ടട്ട വലിയ എടുത്തിട്ട് കൈയിട്ട് വെച്ചത്. ഇത് ഇവിടെ പറയുന്ന ചക്കര ചെറുങ്ങ. പിന്നെ മത്തങ്ങ എന്നും പറയുമല്ലോ എല്ലായിടത്തും. ഇത് ചക്കര ചെറുങ്ങ എന്ന് പറയും. ക്യാരറ്റ്, പിന്നെ ചേന, പിന്നെ ഇത് പറയുന്ന വഴുതനങ്ങാന്നല്ല അധികം ആൾക്കാർ പറയുന്നത്. നമ്മളിവിടെ പറയുന്ന ഇത് വെരിങ്ങ, ഇവിടെ കാസർഗോഡ് പറയുന്ന വെരിങ്ങ. പിന്നെ ഇത് വെണ്ടക്കായി കുഴക്കടാ. കുഴക്കാനെല്ലായിടത്തും പറയുന്നുണ്ട്. കോവക്ക എന്ന് പറയുന്നുണ്ടാന്ന്. ഇവിടെ കുഴക്ക. അപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ പണി തുടങ്ങാലോ. ആദ്യം വേള ഇടാതെ കയറ്റ് കൂട്ടിയ വേള കയറ്റി വെച്ചത്. എല്ലാവരും പരിപ്പ് നിരുന്ന നമ്മളുടെ വേള. പരിപ്പ് നമ്മളുടെ വേള. പിന്നെന്തെന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കറി അരിഞ്ഞ് വെച്ചത് അങ്ങനെ ഇടാം. എന്നിട്ട് തക്കാളി, നീരുള്ളി, പിന്നെ കറിച്ചപ്പ്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കുത്തിവെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും, മുളപ്പൊടി ചെറിയ സ്പൂണായതുകൊണ്ട് ഒരു 1.5 സ്പൂൺ മുളപ്പൊടി ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഉപ്പിടാം. ഉപ്പ് 2 സ്പൂണ്. ഇത് വേകുമ്പോഴേക്ക് എന്താ പറയുന്നത് സാമ്പാർ പൗഡർ ഇടാം. ഇതിന് വെള്ളം കൂട്ടാം. ഞാനൊരു പാട്ട വെള്ളം കൂട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അധികം വെള്ളം കൂട്ടി അങ്ങ് പോകാനാണ്. പിന്നെ മൂട ഇതൊന്നുമില്ലല്ലോ, മറന്നിട്ടാലോ. പിന്നെ മൂട ഗ്യാസ് ഇപ്പോൾ മല്ലിച്ചപ്പ് പിന്നെ വെണ്ടക്കായ ഒന്നും ഒന്നിച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ല. അടുപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കുക്കറിൽ വെക്കുന്നുണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്നിച്ചിട്ടിട്ടത്. അടുപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പയ്യെ ഇടാം. പിന്നെ സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാറിന് മുരിങ്ങക്കൊമ്പ്, ബീൻസ്, പിന്നെ പയറിൻ്റെ കൊമ്പ്, നമ്മളിവിടെ വളർത്തുണ്ടായെന്ന് പറയും. പയറിൻ്റെ കൊമ്പ് ഇങ്ങനത്തെ ഒന്നും ഇത് കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറേ പച്ചക്കറി ഇല്ലാത്തതാണ്. പിന്നെ നമ്മൾ കുറച്ച് മേങ്ങുന്നല്ലേ, കുറേ പച്ചക്കറി മേങ്ങിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും കിട്ടും. അപ്പോൾ പിന്നെ അന്ന് കറി വെക്കുന്നത് കുറച്ചായിട്ട് മേങ്ങുന്ന, അതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ടാവില്ല. കുറച്ച് മേങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് മതിയല്ലോ. ഇതന്നെ ധാരാളമാണ്. കറി എങ്ങനെയെങ്കിലും നോക്കാമല്ലോ സാമ്പാർ. ഞാൻ ഫസ്റ്റ് ക്യാമറ തിരിച്ചെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ പോയില്ല. സാമ്പാർ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സാമ്പാർ എങ്ങനെയുണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാമ്പാർ വെച്ച്. അടിപൊളി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട്. നല്ല മണമുണ്ട്.